കേരളത്തിൽ അടുത്ത 5 ദിവസം മഴ തുടരും. ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, എന്തായാലും മഴ കനക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലേ? പ്രവിത, തീർച്ചയായും 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നു. അടുത്ത 3 ദിവസം, അതായത് ഇന്നടക്കം അടുത്ത 3 ദിവസം അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലാകട്ടെ ഇന്നു മുതൽ 3 ദിവസം റെഡ് അലേർട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. റെഡ് അലേർട്ട് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പും ഓറഞ്ച് അലേർട്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പുമാണ്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 11 മുതൽ 20 സെന്റിമീറ്റർ വരെയുള്ള മഴയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഇടങ്ങളിൽ 20 സെന്റിമീറ്ററിന് മുകളിൽ മഴയും ലഭിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മുഴുവൻ ജില്ലകളിലും 14 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട്. സമാനമായി തന്നെ കൂടുതൽ ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഒക്കെ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാണെങ്കിലും കർശന ജാഗ്രത തുടരണമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും രാത്രിയും ഒക്കെയായി പെയ്ത മഴയാണെങ്കിൽ ഇപ്പോൾ പകൽ സമയത്ത് കൂടി ആ മഴ ശക്തമായി ലഭിക്കുകയാണ്. കാരണം കേരളത്തിലേക്ക് അല്ലെങ്കിൽ അറബിക്കടലിലേക്കുള്ള ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തമായതാണ് അത്തരത്തിൽ മഴ കനക്കാൻ കാരണം. കാലവർഷത്തിന് മുമ്പ് തന്നെ വേനൽ മഴ അങ്ങനെ കണ്ട് സജീവമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിൽ വടക്കൻ കർണാടക വരെ ഒരു ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീനമാണ് നിലവിൽ കേരളത്തിൽ മഴയായി പെയ്യുന്നത്. അത് മാത്രമല്ല, ബുധനാഴ്ചയോടെ ഒരു ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നുണ്ട്. ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യം അടുത്ത ദിവസങ്ങളായിരിക്കും നമുക്ക് അറിയാൻ കഴിയും. എന്താണെങ്കിലും ബുധനാഴ്ച, വ്യാഴാഴ്ച വരെയൊക്കെ സംസ്ഥാനത്ത് ശക്തമായ മഴ തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. കാലവർഷം എപ്പോൾ എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ടോ? പ്രവിത, വളരെ നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട പ്രവചനം നടത്തിയിട്ടുണ്ട്. മെയ് 31-ന് കാലവർഷം കേരളത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ പോകാം, അതായത് അവരുടെ ഒരു പ്രോബബിൾ പ്രവചനമാണ്. അത് 4 ദിവസം മുമ്പോട്ടോ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 1-ന് കേരളത്തിൽ കാലവർഷം എത്തിച്ചേരുമെന്നാണ് പ്രവചിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം എത്തിയത് ജൂൺ 8-നായിരുന്നു. 7 ദിവസം വൈകിയായിരുന്നു കാലവർഷം കഴിഞ്ഞ ദിവസം എത്തിയത്. പക്ഷേ ആൻഡമാനിൽ 3 ദിവസം മുമ്പ് തന്നെ ഇത്തവണ കാലവർഷം എത്തി എന്നുള്ളത് അനുകൂലമായി കാണുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞ സമയത്ത് തന്നെ, പ്രവചിച്ച സമയത്ത് തന്നെ മെയ് 31 കൂടി കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാനുള്ള സാധ്യതയാണുള്ളത്. കാലവർഷം ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ കേരളത്തിൽ ലഭിക്കുമെന്നുള്ള പ്രവചനം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ മാനം അങ്ങനെ കറുത്തിരുണ്ട് ഇടിച്ചുകുത്തി പെയ്യുകയാണ് മഴ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അടക്കം എന്നുള്ളതാണ്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. പ്രവിധ, കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി അലക്സ്, എന്തായാലും കടുത്ത വേനലിന് ശേഷം ശക്തമായ മഴ ഇപ്പോൾ ലഭിക്കുകയാണ്. എല്ലാ ജില്ലകളിലും നാളെ അലേർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ കാലവർഷം ഈ മാസം അവസാനത്തോടെ എത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.